സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ തുടർഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്ര രൂപവൽക്കരണത്തിനുള്ള അടിത്തറയായതെന്ത്? ഇന്ത്യൻ ഭരണഘടന. ഏത് സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത്? ഏത് സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതെന്ന്? 1950 ജാനുവരി 26. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1950 ജാനുവരി 26 ആണ്. എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. ഇങ്ങനെ പറഞ്ഞ ദേശീയ നേതാവാര്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ എന്താണ് പറഞ്ഞത്? എനിക്കൊരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചത് ആര്? ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവാര്? ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവാര്? രാമചന്ദ്ര ഗുഹ. ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടന അംഗീകരിച്ചതെന്ന്? 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 തിരഞ്ഞെടുപ്പ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 ജാനുവരി 25. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 ജാനുവരി 25. ദേശീയ സമ്മതിദായക ദിനമായി, അതായത് വോട്ടേഴ്സ് ഡേ, ആചരിക്കുന്നത് എന്ന്? ജാനുവരി 25. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജാനുവരി 26. ഇപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജാനുവരി 25-നും ഭരണഘടന നിലവിൽ വന്നത് 1950 ജാനുവരി 26-നുമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് ഏത്? 1951-52 കാലയളവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ആരംഭിച്ചതെന്ന്? 1951 ഒക്ടോബർ 25. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് അവസാനിച്ചതെന്ന്? 1952 ഫെബ്രുവരി 21. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് 1951 ഒക്ടോബർ 25-നും അത് അവസാനിച്ചത് 1952 ഫെബ്രുവരി 21-നുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായി അറിയപ്പെടുന്നത് ആര്? ശ്യാം ശരൺ നേഗി. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായി അറിയപ്പെടുന്നത് ആര്? ശ്യാം ശരൺ നേഗി. ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര സീറ്റുകളാണ് നേടിയത്? 364. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഹിമാചൽ പ്രദേശിലാണ്.